അപ്പൊ എന്താണ് ഈ പ്രോട്ടീൻ ഡാറ്റ ബാങ്ക് എന്നുള്ളത് ഞാനൊന്ന് ഇത് വെറുതെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ ഈ പ്രോട്ടീൻ ഡാറ്റ ബാങ്കിന്റെ എന്താണ് സൈറ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ ഞാൻ, അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വരാം. അപ്പൊ ഞാനിവിടെ ഇനി ലൈവായിട്ട് അത് ഇന്റർനെറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാനാണ്. എന്താണ് നിങ്ങൾക്ക് അതിൽ ആ ഒരു സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഇതില് പ്രോട്ടീൻ ഡാറ്റ ബാങ്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ബാങ്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് RCSCB അതാണ്. അതൊരു സ്വിറ്റ്സർലാൻഡിന്റെ ഒരു സൈറ്റാണ്. RCSD PDB എന്നാണ് പറയുന്നത്. RCSB എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ ഡാറ്റ ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അതാണ് നമ്മൾ പ്രാക്ടിക്കലിലൊക്കെ ഇത് ചെയ്യുന്നതാണ് പ്രോട്ടീൻ ഡാറ്റ ബാങ്ക് എന്ന് പറയുന്നത്. പ്രാക്ടിക്കലില് എന്താണ് പറയാ, ഒരു മോളിക്യൂളിനെ നമ്മൾ എടുത്തിട്ട് അതിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് കാണുന്ന ഒരു അതിനെക്കുറിച്ച് പഠിക്കേണ്ട ഒരു പ്രാക്ടിക്കൽ ഉണ്ട്. 3 ഡയമെൻഷൻ വിഷ്വലൈസേഷൻ ഓഫ് എ പ്രോട്ടീൻ. അപ്പോൾ അതിൽ നമ്മൾ അതാണ് കാണുന്നത്. ഇതാണ് നിങ്ങൾ ഇവിടെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് കാണാമായിരിക്കും അല്ലെ, പ്രോട്ടീൻ ഡാറ്റ ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു പേജ് നിങ്ങൾക്ക് ഇപ്പോൾ വിസിബിൾ ആയിരിക്കും മിക്കവാറും. അപ്പൊ അവിടെ ഞാനിപ്പോ ആ ഒരു സൈറ്റിലാണെന്ന് ജസ്റ്റ് ഒന്ന് അതിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് പ്രോട്ടീൻ ഡാറ്റ ബാങ്ക് എന്ന് പറയുന്നത്. 1,73,000 ബയോളജിക്കൽ മാക്രോമോളിക്കുലർ സ്ട്രക്ചർ അതിൻ്റെ അകത്തുണ്ട്. ഇത്രയും 1,73,000 അതാണ് ടോട്ടൽ മാക്രോമോളിക്യൂൾസിനെ കുറിച്ച് ഇത് ഇട്ടിരിക്കുന്നത്. എന്താ ഇത് വേൾഡ് പ്രോട്ടീൻ ഡാറ്റ ബാങ്ക് ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കുറെ പേരുടെയൊക്കെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതിൽ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൊറോണ വൈറസ് ഉണ്ടാവും. കൊറോണ വൈറസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കൊറോണ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ കൊറോണ വൈറസ് എന്ന് പറയുന്ന ആ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേ കണ്ടോ, അവിടെ കൊറോണ വൈറസിനെ കുറിച്ച് എന്തെല്ലാം പുതിയ കണ്ടെത്തലുകൾ ഈ പ്രോട്ടീനെ സംബന്ധിക്കുന്ന വന്നിട്ടുണ്ടോ, ഈ ആഴ്ച കണ്ടുപിടിച്ചത്, ഇങ്ങനെയുള്ള കുറെ അത് കണ്ട സ്പൈക്ക് പ്രോട്ടീൻ റിസപ്റ്റേഴ്സ്, ദെൻ പപ്പായിൻ ലൈക്ക് സാർസ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പ്രോട്ടീൻ വൈറസിന്റെയും ബാക്ടീരിയയുടെയും പ്രോട്ടീൻ റിലേറ്റഡ് റിസർച്ചിൽ നടക്കുന്ന പല കാര്യങ്ങളും അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൊറോണയെ കുറിച്ച് പറയുമ്പോൾ കൊറോണയുടെ ഈ സർഫസിലുള്ള ഈ ഇങ്ങനെ മുള്ളു പോലെ പൊങ്ങി നിൽക്കുന്നതാണ് അതിന്റെ സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ സ്പൈക്ക് പ്രോട്ടീൻ ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് അതിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ ആ സ്പൈക്ക് പ്രോട്ടീനെ ടാർഗറ്റ് ചെയ്യുന്ന ആന്റിബോഡീസ് ഒക്കെയാണ് ഇതിന്റെ വാക്സിനേഷന്റെ ബേസിക് ആയിട്ട് അത് ഉദ്ദേശിക്കുന്നത്. വാക്സിനേഷൻ, അപ്പൊ അതിനെതിരെ വർക്ക് ചെയ്യുന്ന ആന്റിബോഡീസ് സ്പൈക്ക് പ്രോട്ടീനിന് അതുകൊണ്ട് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതൊക്കെയാണ് പ്രധാനമായും ഇതിൻ്റെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇവിടെ ഒന്ന് ഞാൻ ബേസിക് കണ്ടിട്ട് ഇതാണ് മോളിക്യൂൾ ഓഫ് ദ മന്ത്, ഇങ്ങനെയുള്ള കുറെ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് പ്രോട്ടീസ് അതിന്റെ മോളിക്യൂളിന്റെ ഷേപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മളിവിടെ ഏതെങ്കിലും ഒരു പ്രോട്ടീനിന്റെ സ്ട്രക്ചർ അറിയണം. അപ്പൊ നമുക്ക് നോക്കിയാൽ നമുക്ക് അറിയാവുന്ന ഒരു പ്രോട്ടീനിന്റെ സ്ട്രക്ചർ അടിച്ച് ഇൻസുലിൻ എന്ന് പറയുന്നൊരു ഹോർമോണാണ്. ഞാൻ ഇൻസുലിൻ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇൻസുലിന്റെ സ്ട്രക്ചർ കാണിക്കുന്ന കുറേയധികം ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. കണ്ടോ, ഇൻസുലിൻ എന്ന് പറയുന്നതിന് അതിപ്പോ കണ്ടോ, ഇതാണ് ഇൻസുലിൻ. കണ്ടോ, പല ആളുകൾ ഇൻസുലിന്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ച് അതിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് പല ആളുകൾ എത്തിയിരിക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് ഒരെണ്ണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇൻസുലിൻ എന്ന് പറഞ്ഞതിന്റെ സ്ട്രക്ചർ ഉണ്ട്. ഇത് അങ്ങനെ ഈ രീതിയിലാണ് അതിന്റെ സ്ട്രക്ചർ. ഇത് പല ഓരോ ചെയിനും വേറെ ആയിട്ട് കിടക്കുന്നതാണ്. അത് ഏത് ഓർഗാനിസത്തിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചത്? ഹോമോസാപ്പിയൻസ് എന്നാണ് എടുത്തിരിക്കുന്നത്. ഏത് ദിവസം ഡിപ്പോസിറ്റ് ചെയ്തു? 21/5/2001 ഡിപ്പോസിറ്റ് ചെയ്തത്. ദെൻ റിലീസ്ഡ്, അതായത് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർ ഉടനെ തന്നെ അന്ന് തന്നെ അത് പബ്ലിക് വ്യൂവിന് റിലീസ് ചെയ്യത്തില്ല. അവരതിനൊന്ന് പരിശോധിച്ച് നോക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അവരുടെ എക്സ്പെർട്സ് അല്ലെങ്കിൽ റിവ്യൂവേഴ്സ് അംഗീകരിച്ച് കഴിയുമ്പോഴാണ് റിലീസ് ചെയ്യുന്നത്. നമ്മൾ പബ്ലിക്കേഷന് കൊടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതാണ് റിലീസ്ഡ്. അപ്പൊ അതിൽ
ആരൊക്കെയാണ് ഓതർ ഉണ്ടാവും. ഇത്രയും പേര് 1, 2, 3, 4, 5, 6, 7, 8 പേരുണ്ട് അതിൻ്റെ അകത്ത്. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവും. പല ഗവേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ വളരെയധികം ആളുകൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ പലപ്പോഴും അതൊരു മിക്കവാറും എല്ലാ മേജർ റിസർച്ചും ഒക്കെ നടക്കുന്നത് ഇങ്ങനെ ഒരു കൊളാബറേറ്റീവ് വ്യൂവിലാണ്. അങ്ങനെ കൊളാബറേറ്റീവ് റിസർച്ച് ആണ് പൊതുവെയായിട്ട് നടക്കുന്നത്. അപ്പൊ ആ കൊളാബറേറ്റീവ് റിസർച്ചിന്റെ ഫലമായിട്ടാണ് ഇത്രയും ആളുകളെയൊക്കെ അതിൻ്റെ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ആളുകളുടെ പേര് വെച്ചിരിക്കുന്നത്. ഇനി അവരവിടുത്തെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചത്? എക്സ്റേ ഡിഫ്രാക്ഷൻ. എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു മോളിക്യൂൾ എടുത്ത് വെച്ചിട്ട് അതിനെ പല ആംഗിളിൽ അതിലേക്ക് എക്സ്റേ രശ്മികൾ പതിപ്പിക്കുമ്പോൾ ഈ എക്സ്റേ രശ്മികൾ അത് ആ മോളിക്യൂളിൽ ചെന്ന് തട്ടി പല രീതിയിൽ അത് ഡിഫ്രാക്ട് ചെയ്യും. ചിലപ്പോൾ റിഫ്ലക്ട്, ആ ഡിഫ്രാക്ഷൻ പാറ്റേണിനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ മോളിക്യൂളിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. ആദ്യകാലങ്ങളിൽ ഇപ്പൊ നിങ്ങൾ DNA ഡബിൾ ഹെലിക്സ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഈ DNA ഡബിൾ ഹെലിക്സ് ആണെന്നൊക്കെ കണ്ടുപിടിച്ചത് വാറ്റ്സൺ ആൻഡ് ക്രിക്ക് നടത്തിയ എന്നിട്ടാണ്. ബേസിക്കലി എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് വഴി തന്നെയാണ്. അതുവഴിയാണ് ആ ഒരു മോഡൽ ഇങ്ങനെയാണ്, ഇങ്ങനെ ചുരുണ്ട് സ്പൈറൽ പോലെ കിടക്കുന്ന ഏണി പോലെയാണെന്നൊക്കെ പറഞ്ഞത് ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന സ്റ്റഡീസ് വഴിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗമാണ് NMR, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ടെക്നിക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാറുണ്ട്. ഈ രണ്ട് ടെക്നിക്ക് വഴിയാണ് മിക്കവാറും ഈ പ്രോട്ടീന്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയാണ് നമുക്കൊരു പ്രോട്ടീൻ ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഈ സൈറ്റിലോട്ട് പോയി കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബേസിക്കലി നമുക്ക് ഒരു സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടും. ഓരോ സ്ട്രക്ചറിനെ കൊണ്ട് ഏതിന്ന് അടുത്തിരിക്കുന്നത്, ഏത് കൊണ്ട് ഇൻസുലിന്റെ ഗ്രോത്ത് ബൈൻഡിങ് റിസപ്റ്റർ പ്രോട്ടീൻ എന്ന അടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ള ഇത് കിട്ടും. ഇവിടെ 3D വ്യൂ ഉണ്ട്. 3D വ്യൂ കിട്ടണമെങ്കിൽ അതിനുവേണ്ടി റാസ്മോൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിപ്പോ ഇതിന് നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇത് പ്രാക്ടിക്കലിനൊക്കെ വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഡൗൺലോഡ് ഫയൽ ഉണ്ട്, വ്യൂ ഫയൽ, ഡൗൺലോഡ് ഫയൽ, അങ്ങനെ പല ഓപ്ഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. കണ്ടോ, ഏത് ടൈപ്പ് ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വ്യൂ ഫയൽ എന്ന് പറയുമ്പോൾ വ്യൂ ഫയൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡൽ നമുക്കവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടും. അതായത് പ്രോട്ടീനെ കുറിച്ച് ഒത്തിരി അധികം ഇൻഫർമേഷൻസ് തരുന്ന ഒരു സൈറ്റാണ് ഈ പ്രോട്ടീൻ ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ സൈറ്റിലെ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ PPTയിലോട്ട് തിരിച്ചു വരികയാണ്. പ്രോട്ടീൻ ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത് ആർക്കൈവ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു 1,23,000 പ്രോട്ടീന്റെ ഡീറ്റെയിൽസ്. ഒരു ലൈബ്രറി പോലെയാണ്, ജസ്റ്റ് ലൈക്ക് ലൈബ്രറി. അതാണ് ആർക്കൈവ്. ആർക്കൈവ് എന്ന വാക്കിനർത്ഥം കളക്ഷൻ അല്ലെങ്കിൽ ഒരു ശേഖരം, അതാണ് മീനിങ്. അതാണ് ആർക്കൈവ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ്, ലൈബ്രറി പോലെ ഉള്ളൊരു പ്ലേസിനെയാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് മാക്രോമോളിക്കുലർ സ്ട്രക്ചർ ഡാറ്റ. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഇൻസുലിന്റെ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തന്നു എങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ഷേപ്പിനെ കുറിച്ചുള്ള അതാണ് മാക്രോമോളിക്കുലർ സ്ട്രക്ചർ ഡാറ്റ. പ്രോട്ടീൻസിനെ കുറിച്ച് ഉള്ളതുണ്ട്, ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന DNA കുറിച്ചോ RNA കുറിച്ച് പറയുന്നുണ്ട്. Then it will discuss protein nucleic acid complex. Sometimes we can see that nucleic acid and proteins are closely attached. So basically it's a database for 3-dimensional structure data. അതാണ് ബേസിക്. അപ്പോൾ അത് പ്രോട്ടീൻസിനെ കുറിച്ചും ന്യൂക്ലിക് ആസിഡിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ദെൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി, ദെൻ NMR സ്പെക്ട്രോസ്കോപ്പി, ദെൻ ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഒരു അഡ്വാൻസ്ഡ് ടെക്നിക്കാണ്. അങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോട്ടീനെ കുറിച്ച് 3 മെത്തേഡ്സ് ആണ് പ്രധാനമായിട്ടും നമ്മൾ പ്രോട്ടീൻ സ്ട്രക്ചർ പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉണ്ട്, ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉണ്ട്, NMR സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, ദെൻ എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. ഇങ്ങനെ 3. അത് രണ്ടും, അതായത് നമ്മൾ ബയോളജി പലപ്പോഴും പഠിക്കുമ്പോൾ അത് ഒരു ലെവൽ കഴിഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിയാണ് പഠിക്കുന്നത്, പിന്നെ ഒരു ലെവൽ കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫിസിക്സ് ആണ്, പിന്നെയും കുറച്ചും കൂടി ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ അത് മാത്തമാറ്റിക്സ് ആണ്.
അങ്ങനെ എല്ലാം കൂടി കിടക്കുന്ന, അതായത് നമ്മൾ സയൻസ് നമ്മൾ പലപ്പോഴും കമ്പാർട്ട്മെന്റൈസ് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിലും ഇതിന് എല്ലാത്തിനും തമ്മിലൊരു പരസ്പര ബന്ധമുണ്ട്, ലിങ്ക്ഡ് ആണ് പരസ്പരം. പല കാര്യങ്ങളും നമ്മൾ മോളിക്കുലാർ ലെവലിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെയാണ് വരുന്നത്. നമുക്ക് കമ്പ്യൂട്ടറിലുള്ള ഒരുപാട് നോളജ് ഒക്കെ ഉണ്ട്. അതായത് ബയോളജി പഠിക്കുന്നവർ ബയോളജി മാത്രമേ പഠിക്കൂ എന്നുള്ള ഒരു അപ്രോച്ച് പലപ്പോഴും അഡ്വാൻസ്ഡ് ലെവലിലോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടില്ല. പല കാര്യത്തിലും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ബയോളജി കൂടി കുറെ കാര്യങ്ങളാണെങ്കിൽ ഫിസിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. കെമിസ്ട്രിയെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ബയോളജി കൂടി പോയി തന്നെ പലതിൻ്റെയും കെമിസ്ട്രി നിങ്ങൾക്ക് പഠിക്കാം. അവിടെ കെമിസ്ട്രി പഠിക്കുന്ന സ്റ്റുഡൻസ് ഉപയോഗിക്കുന്ന അതേ എക്യുപ്മെന്റും അതേ ടെക്നിക്സ് ഒക്കെ തന്നെയായിരിക്കും നിങ്ങളും യൂസ് ചെയ്യുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ ഒരു പ്രോട്ടീന്റെ 3 ഡയമെൻഷൻ സ്ട്രക്ചർ നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങൾക്ക് ഈ എക്സ്റേ ഡിഫ്രാക്ഷനും എക്യുപ്മെന്റും NMR സ്പെക്ട്രോസ്കോപ്പിയും ഈ പറഞ്ഞ ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഒക്കെ നിങ്ങളും പഠിക്കണം. അത് ആര് പഠിക്കുന്നതാ? ഫിസിക്സുകാരുടെ സാധനമാണ്. അത് അവരെങ്ങനെയാണോ പഠിക്കുന്നത് അത്രയും അതിന്റെ തിയറി പഠിച്ചില്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് നമ്മൾ ശരിക്കും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്റർ കണക്ഷൻ ഇതിൻ്റെ അകത്തൊക്കെ എപ്പോഴും ഉണ്ട്. ഇനി ഇവിടെ ആര് ആണ് സബ്മിറ്റഡ് ബൈ ബയോളജിസ്റ്റ് ആൻഡ് ബയോകെമിസ്റ്റ്. അതാണ് ബയോളജിസ്റ്റുകളും ബയോകെമിസ്റ്റുകളും ആണ് ഇത്തരം ഇൻഫർമേഷൻ ഈ പ്രോട്ടീൻ ഡാറ്റാ ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. Then it is overseen by an organization called Worldwide Protein Data Bank, WWPDB. അവരാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇനി അടുത്തത് പ്രോട്ടീൻ ഡാറ്റാ ബാങ്ക് ഞാനിപ്പോ കാണിച്ച സൈറ്റ് തന്നെ അതിന്റെ ഒരു എന്താ പറയുക ഒരു സ്നാപ്ഷോട്ട് ആണ് കാണിച്ചിരിക്കുന്നത് വെബ്സൈറ്റിന്റെ. ദെൻ ഏതെല്ലാം ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഒന്ന് സ്ട്രക്ചറൽ ബയോളജി. സ്ട്രക്ചറൽ ബയോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നതും സ്ട്രക്ചറൽ ജിനോമിക്സ് ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്രോട്ടീനിന് കാരണം ആ പ്രോട്ടീനെ കൺട്രോൾ ചെയ്യുന്ന സെറ്റ് ഓഫ് ജീൻസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് ജീൻസിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് പ്രോട്ടിയോം അല്ലെങ്കിൽ പ്രോട്ടീൻ ജീനോം. ആ പ്രോട്ടീൻ ജീനോം അതർവൈസ് പ്രോട്ടിയോം. ഈ പ്രോട്ടിയോം അഥവാ പ്രോട്ടീൻ അതായത് ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ ജീനോം ഏത് പ്രോട്ടീനാണ് കാരണമാവുന്നത് കോഡ് ചെയ്യുന്നത്, ആ ജീനോം ഏത് ഷേപ്പിലുള്ള പ്രോട്ടീൻസിന് ഏത് 3 ഡയമെൻഷണൽ ഷേപ്പിലുള്ള പ്രോട്ടീൻസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സ്ട്രക്ചറൽ ജീനോമിക്സ് എന്ന് പറഞ്ഞൊരു മേഖലയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് പ്രോട്ടിയോമിക്സ് എന്ന് പറഞ്ഞ മേഖല. മേജർ ഇന്നിപ്പോ പല സയന്റിഫിക് ജേർണൽസിലൊക്കെ നമുക്ക് പബ്ലിഷ് പ്രോട്ടീനെ കുറിച്ചുള്ള ഒരു ഡാറ്റ അപ്പൊ നിങ്ങളൊരു ഉദാഹരണമായിട്ട് നിങ്ങൾ ഇവിടെ അടുത്ത് വെക്കുന്ന ഒരു ഇൻസെക്റ്റിനെയോ ഒക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്തു. നിങ്ങൾ ഇൻസെക്റ്റിന്റെ ഹീമോലിപ്പിന്ന് ഒരു പ്രോട്ടീൻ നിങ്ങൾ ഐസൊലേറ്റ് ചെയ്തു. നിങ്ങൾ ആ പ്രോട്ടീന്റെ സ്ട്രക്ചർ നിങ്ങൾ NMR സ്പെക്ട്രോസ്കോപ്പി വെച്ചോ എക്സ്റേ ഡിഫ്രാക്ഷൻ നിങ്ങൾ സ്റ്റഡി ചെയ്തു. നിങ്ങൾക്ക് അതിന്റെ 3 ഡയമെൻഷൻ സ്ട്രക്ചർ കിട്ടി. നിങ്ങൾക്ക് നേരെ കയറി ഒരു ജേർണലിലോട്ട് അത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ പ്രോട്ടീൻ ഡാറ്റാ ബാങ്ക് എന്ന് പറഞ്ഞ സൈറ്റിൽ ഇതിനെ അപ്ലോഡ് ചെയ്യണം. ഉദാഹരണമായിട്ട് ഞാനിവിടെ നമ്മുടെ സ്പൈഡറിന്റെ വർക്ക് ചെയ്യുമ്പോൾ സ്പൈഡറിനെ ബാർകോഡ് ചെയ്യുന്നുണ്ട്. ബാർകോഡ് ചെയ്ത് സ്പൈഡറിന്റെ DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ട് ആ DNA സീക്വൻസ് ചെയ്യും. സീക്വൻസ് ചെയ്തിട്ട് അതിൽ മൈറ്റോകോൺട്രിയൽ DNA ഉണ്ട്. മൈറ്റോകോൺട്രിയൽ CO1 ജീൻ എന്ന് പറയുന്ന ഒരു ജീനുണ്ട്. ഈ ജീൻ ഓരോ ഓർഗാനിസത്തിനും യുണീക്ക് ആയിരിക്കും. ആ ജീനെ നമ്മൾ എടുത്തിട്ട് അതിന്റെ സീക്വൻസ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ഓരോ സ്പീഷീസിനും വ്യത്യസ്തമാണ്. അത് നമ്മൾ സാധാരണ നമുക്കിവിടെ അത് ചെയ്യാനുള്ള ഫെസിലിറ്റി ആയില്ല, അതിനുള്ള ഫണ്ട് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ പുറത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പണം കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ സീക്വൻസ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് 2-3 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജേർണലിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നേരത്തെ ഞാൻ NCBI കുറിച്ച് പഠിപ്പിച്ചിരുന്നു അല്ലെ. ആ NCBIയുടെ സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ജേർണലിലോട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് ചാടി കയറി അങ്ങ് നേരെ കൊടുത്ത് ജേർണലിലോട്ട് തരാൻ ജേർണൽ അത് പറ്റൂലെന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെയാണ് പ്രോട്ടീൻ ഡാറ്റാ ബാങ്കിന്റെ കേസിലും. ഇവിടെ നമ്മൾ ഈ PDB എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്താലും മാത്രമേ നമുക്കത് സയന്റിഫിക് ജേർണൽസിനൊക്കെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ.
ഇനി മോസ്റ്റ് അതർ ഡാറ്റാബേസ് യൂസ് പ്രോട്ടീൻ സ്ട്രക്ചർ. PDB ആണ് ഒരു എന്താ പറയുക ഒരു മാസ്റ്റർ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. PDB-യിൽ വരുന്ന കാര്യങ്ങളാണ് മറ്റ് പലതുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നത്. പിന്നെ സ്കോപ്പ്, കാത്ത് ഇതൊക്കെ പ്രോട്ടീൻ സ്ട്രക്ചറിന് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ആൻഡ് PDB സം മറ്റൊരു ഡാറ്റാബേസ് ആണ്. ദേ പ്രൊവൈഡ് ഗ്രാഫിക്കൽ ഓവർവ്യൂ ഓഫ് PDB എൻട്രീസ്. ഇതെല്ലാം ഇതൊക്കെ പ്രോട്ടീൻ ഡാറ്റാബേസ് തന്നെയാണ്. പക്ഷെ ഇവരെല്ലാം PDB-യിൽ വന്നിരിക്കുന്ന എൻട്രീനെ ബേസ് ചെയ്തിട്ടാണ് ഇത് എല്ലാം പഠിക്കുന്നത്. ജീൻ ഓണ്ടോളജി, ബേസിക്കലി ജീൻ ഫംഗ്ഷനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് പ്രോട്ടീൻ ഡാറ്റാ ബാങ്ക് ആണ് ഒരു മേജർ ഡാറ്റാ ബാങ്ക്, ഒരു പ്രൈമറി ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഡാറ്റാ ബാങ്കിൽ വരുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് മറ്റുള്ള പല ചെറിയ ഡാറ്റാബേസുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കിയേ, എങ്ങനെയാണ് ഈ പ്രോട്ടീൻ ഡാറ്റാ ബാങ്കിലുള്ള ഇത് കണ്ടുപിടിച്ചത്? About 10% of the structure, most of the structures are determined by X-ray diffraction, spectral diffraction. ഞാൻ പറഞ്ഞു രണ്ട് മേജർ മെത്തേഡ്സ് ആണ്. പിന്നെ അതുകൂടാതെ എന്താണ് ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ടെക്നിക്കും ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അതിൽ മേജർ മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് തന്നെയാണ്. ആ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഭൂരിഭാഗം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു നോക്കിയൊരു 10% കാര്യങ്ങൾ സ്ട്രക്ചർ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ PDB-യിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫയൽ ഉണ്ട്. അപ്പോൾ ഓരോ സൈറ്റിനും ഇപ്പോൾ ഒരു ഫയൽ ഫോർമാറ്റ് ചെയ്യുന്നതാണെങ്കിൽ XLS എന്ന് പറഞ്ഞ ഒരു സൈറ്റാണ്, ഒരു ഇതിലാണത് എൻഡിങ്ങിലാണ് വരുന്നത്. അതുപോലെ തന്നെ PDB-യിലേക്ക് നമ്മളൊരു സാധനം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോഴേക്കും അവരുടെ ഒരു ഫയൽ ഫോർമാറ്റ് ഉണ്ട്. ആ ഫയൽ ഫോർമാറ്റിൽ ഇപ്പൊ നേരത്തെ ഞാൻ PDB-യെ കുറിച്ചുള്ള സൈറ്റ് കാണിച്ചു, അതും ഡൗൺലോഡ് ചെയ്യാൻ എന്നൊക്കെ പറ്റും. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ നിലവിലുള്ള പ്രോഗ്രാംസിലൊന്നും ഓപ്പൺ ആവില്ല, കാരണം അത് PDB ഫയൽ ഫോർമാറ്റിലാണ് വരുന്നത്. അപ്പൊ .pdb എന്ന് പറഞ്ഞ ഫയൽ ഫോർമാറ്റിലാണ് വരുന്നത്. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് വേണം, അല്ലെങ്കിൽ പ്രോഗ്രാം വേണം. സാധാരണ ഇതിൽ റാസ്മോള്, ജെമോള് എന്നൊക്കെ പറയുന്ന ചില സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിലേ അത് ഓപ്പൺ ആവുള്ളൂ. അതിൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇപ്പൊ നിങ്ങളിവിടെ കുറച്ച് വ്യൂ കണ്ടും അത് കുറെ കൂടി എൻലാർജ്ഡ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. ആ മോളിക്യൂളിനെ നമുക്ക് പല രീതിയിൽ റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റും. അതിന്റെ ബോണ്ട് ഡിസ്റ്റൻസ്, ബോണ്ട് ആംഗിള്, അതിൽ ഹൈഡ്രജൻ അയോൺസ് എത്രയുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമുക്ക് റാസ്മോൾ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം വഴി നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അവിടെ ഒരു പർട്ടിക്കുലർ എന്താ പറയുക ഒരു ഫോർമാറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ദെൻ ഇവിടെ ഉള്ളത് ഒറിജിനൽ ഫോർമാറ്റ് വാസ് റെസ്ട്രിക്റ്റഡ് ബൈ 80. ഇന്നിപ്പോ അത് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. 1996 തൊട്ട് MMCIF എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇന്നിപ്പോ MMCIF ആണ് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് SwissProt എന്ന് പറയുന്നതാണ്. SwissProt എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇത് മറ്റൊരു ഡാറ്റാബേസ് ആണ്. ഇപ്പൊ പ്രോട്ടീൻ ഡാറ്റാബേസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു, എങ്ങനെയാണ് പ്രോട്ടീൻ ഡാറ്റാബേസ് ഇരിക്കുന്നത്, അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു സൈറ്റാണ് SwissProt എന്ന് പറയുന്നത്. നമ്മൾ SwissProt നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ ലെവൽ ഓഫ് അനോട്ടേഷൻ. അനോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഇപ്പൊ നമ്മൾ സാധാരണക്കാരന് പെട്ടെന്ന് അത് മനസ്സിലാവില്ല അനോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വിശദീകരണമുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിന്റെ ഫംഗ്ഷൻ എന്താ, ഡൊമൈൻ സ്ട്രക്ചർ, പോസ്റ്റ് ട്രാൻസ്ലേഷണൽ ട്രാൻസ്ലേഷൻ നടന്നു കഴിയുമ്പോൾ എന്തെല്ലാം മോഡിഫിക്കേഷൻ വരാം, ഏതെല്ലാം വേരിയൻസ് വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് അനോട്ടേഷൻ. അപ്പൊ അനോട്ടേഷൻ എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇറ്റ് ഇസ് ബേസിക്കലി ആൻ എക്സ്പ്ലനേഷൻ. അത് അപ്പോൾ നമ്മൾ PDB-യിൽ ഈ എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടാവില്ല. അത് SwissProt-ലോട്ട് വന്നു കഴിയുമ്പോൾ യു ക്യാൻ സീ ദീസ് എക്സ്പ്ലനേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ കുറച്ചും കൂടി ഒരു ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് അതേക്കുറിച്ച് കിട്ടും. ഫംഗ്ഷൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ട്. ഇറ്റ് ഓഫേഴ്സ് മിനിമം ലെവൽ ഓഫ് റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന പല ടെക്സ്റ്റ് ബുക്കും ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും അതിൽ പറയുന്ന പല കാര്യങ്ങളെല്ലാം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
അതൊക്കെ നിങ്ങൾ ഇപ്പോഴും പഠിക്കുകയാണ്. അതായത് അതിനെയാണ് നമ്മൾ റിഡൻഡന്റ് നോളജ്, ഒരു പ്രയോജനമില്ലാത്ത പല നോളജുകളുണ്ട്. അതാണ് മിനിമം ലെവൽ ഓഫ് റിഡൻഡൻസി ആൻഡ് ഹൈ ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ വിത്ത് അതർ ഡാറ്റാബേസ്. അതർ ഡാറ്റാബേസ് ഏതൊക്കെയാണ്? നേരത്തെ സ്കോപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, PDBയെ കുറിച്ച്. ഇപ്പൊ ഇങ്ങനെയുള്ള ഡാറ്റാബേസുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്, കണക്റ്റഡ് ആണ്. ദാറ്റ് ഈസ് ദ മീനിങ് വിത്ത് ഒരു ഹൈ ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പുതിയ ഡെവലപ്മെന്റ്സും എല്ലാം സ്വിസ്പ്രോട്ട് വളരെ ഇതായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് അതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു എന്താണ് ഒരു ഇതാണ് ഒരു സപ്ലിമെന്റ് എന്ന് വേണമെങ്കിൽ. അതാണ് ട്രെംബൽ എന്ന് പറയുന്നത്. അത് ആക്ച്വലി സ്വിസ്പ്രോട്ടിന്റെ ഒരു സപ്ലിമെന്റ് ആണ്. ട്രെംബൽ എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് കണ്ടെയ്ൻസ് എൻട്രീസ് ഇൻ സ്വിസ്പ്രോട്ട് ലൈക്ക് ഫോർമാറ്റ് ഡിറൈവ്ഡ് ഫ്രം ദ ട്രാൻസ്ലേഷൻ ഓഫ് കോഡിൻ സീക്വൻസ്. അത് EMDL ന്യൂക്ലിയേറ്റഡ് സീക്വൻസ് ഡാറ്റാബേസ്, അത് വേറൊരു ഡാറ്റാബേസ് ആണ്. ഇങ്ങനെയുള്ള പല സംഭവങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഈ ട്രെംബൽ എന്ന് പറഞ്ഞ സ്വിസ്പ്രോട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു നമുക്ക് കിട്ടുന്നത്. അതാണ്. അപ്പൊ ട്രെംബൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് വേറെ ചില ഡാറ്റാബേസിനെ കുറിച്ചുള്ള കുറച്ച് വിശദീകരണങ്ങളൊക്കെ നമുക്ക് തരും. ദെൻ ഹ്യൂമൻ പ്രോട്ടിയോമിക്സ് ഇനീഷ്യേറ്റീവ്, ഇത് വേറൊരു ഡാറ്റാബേസാണ്, HPI. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഹ്യൂമൻ പ്രോട്ടിയോമിക്സ് ഓരോ ഹ്യൂമൻ സീക്വൻസിന്റെയും പർപ്പസ് എന്താണ്, ഫങ്ഷൻ എന്താണ്, അതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം ഹ്യൂമൻ പ്രോട്ടിയോമിക്സ് ഇനീഷ്യേറ്റീവ് എന്ന ഡാറ്റാബേസിൽ കിട്ടും. അത് സ്വിസ്പ്രോട്ട് പറയുന്ന ചില ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സ്വിസ്പ്രോട്ട് ഓൾസോ ഡിസ്ക്രൈബ് ഹ്യൂമൻ പ്രോട്ടിയോമിക് ഇനീഷ്യേറ്റീവ്, അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതാണ് അതിന്റെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ സ്വിസ്പ്രോട്ട് എന്ന് പറയുന്ന ഡാറ്റാബേസ് എങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. നേരത്തെ യൂണിപ്രോട്ടും സ്വിസ്പ്രോട്ടും വേറെ വേറെ ആയിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പൊ രണ്ടും ഒന്നാക്കി. അതുകൊണ്ട് ഒരെണ്ണം മാത്രം പഠിപ്പിച്ചാലും മതി, നിങ്ങൾക്ക് പഠിച്ചാലും മതി. അപ്പോ ഇന്നിപ്പോ ആക്ച്വലി യൂണിപ്രോട്ടാണ് സ്വിസ്പ്രോട്ടിനെയും യൂണിപ്രോട്ടിനെയും കൺട്രോൾ ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്. സ്വിസ്പ്രോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് റോയൽ RCBS, റോയൽ കൊളാബറേറ്ററി ഒന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്, RCBS എന്ന് പറയുന്നത്. അപ്പൊ അവരാണ് അതിന്റെ കൺട്രോൾ. അപ്പൊ രണ്ടും ഏകദേശം ഒന്നായി. ഒന്നിന്ന് തന്നെ നമുക്ക് എല്ലാ ഇൻഫർമേഷനും നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഈ സ്വിസ്പ്രോട്ടിന്റെയും യൂണിപ്രോട്ടിന്റെയും എല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ലൈൻസ് ഒക്കെ ഉണ്ട്. ദെൻ ഓരോ 2 ക്യാരക്ടറിലാണ് അതൊക്കെ പോകുന്നത്. അങ്ങനെയുള്ള ചെറിയ അതുപോലെ കാര്യം അതിൻ്റെ അകത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വിസ്പ്രോട്ട് എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉള്ളത്.